ഇന്നത്തെ പോലെ നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ആരാണ് നമ്മുടെ കൂടെ നാട്ടുകൂട്ടമായി എത്തിയിരിക്കുന്നത് എന്നുള്ളത് അറിയണ്ടേ? പിന്നെ ലെറ്റ്സ് വെൽക്കം ദി ഇൻഫ്ലുവൻസേഴ്സ്. ഹായ്, നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു രേഷ്മ, രവീന, അൻവർ, കല്യാണി ആൻഡ് നെറിൻ. എന്നാണ്ട് പുതിയ വിശേഷങ്ങൾ, വ്ളോഗിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? വളരെ നന്നായിട്ട് തന്നെ വ്ളോഗിങ് പോകുന്നു. നമ്മള് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നടക്കുന്ന മിക്ക കാര്യങ്ങളും നമ്മൾ കാണിക്കും. എനിക്ക് എപ്പോഴുള്ള ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും കൈ കിട്ടുന്ന എന്തിനെ പറ്റി നമ്മൾ സംസാരിക്കും എന്നുള്ളതാണോ, അതോ അതിനായിട്ട് ഒരു സ്പെഷ്യൽ കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനെ നമുക്ക് എന്താണോ തോന്നുന്നത് ആ ഒരു രീതിയിൽ നമ്മളുടെ ലൈഫ് എങ്ങനെയാണോ പോകുന്നത് ആ ഒരു ഫ്ലോയ്ക്കൊത്ത് നമ്മൾ കോണ്ടന്റ് വരുത്തുന്നു. എലിന ഒരു സെക്കൻഡ്, കൺഫേം ആണോ? അയ്യോ, ഒരു സെക്കൻഡ്, നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു എൻട്രി വരുന്നുണ്ട്. എലിന ഒന്ന് നീങ്ങിക്കോളൂ, സെന്റർ സ്റ്റേജ് ഒന്ന് ഓപ്പൺ ചെയ്യണേ. മ്യൂസിക് എല്ലാരും ഒന്ന് നോക്കണേ. എന്റെ പൊന്നെ, मेरा प्यारे परिजन वालों, मैं आप सभी को मेरा शुभकामना देता हूं. मैं नरेंद्र भाई नहीं हूं, मैं उसकी नकली चेहरा है. അതായത് ഒരു സബ്ടൈറ്റിലൂടെ തരൂ. मेरा नाम है रामचंद्रन. आप मलयाली है? ഞാൻ മലയാളിയാണ്. श्वेता जी, आप कैसे हो? मैं बहुत बढ़िया हूँ. आप बताइए, आप कैसे हैं सर? हमें तो बहुत खुशी हो रही है कि आप हमारे मंच में आए. आपने हमारे को ये एक सौभाग्य दिया और हमारे कॉमेडी मास्टर्स को धन्य बना दिया इस शो को. हम also. आपके कारण हमारा ये शो अभी नेशनल तो एक्चुअली पूरी दुनिया देखेगी, तो बहुत खुशी हो रही है. बहुत बहुत धन्यवाद सर जी. और ये हमारा बस आपका आशीर्वाद हम सबके साथ रहे. बस ചേച്ചി, ഞങ്ങളൊക്കെ സുഗമ ഹിന്ദിക്കാരാണ്. നിർത്തി പറയുന്നില്ലേ? सच बोलेगा तो ये मेरा सौभाग्य है. इतना बड़ा अमृता चैनल की, वो भी इतना हंसने वाला, सोचने वाला प्रोग्राम कॉमेडी मास्टर्स में बुलाए. मैं बहुत खुश नजर आ रहा हूँ. ഇത് എന്റെ അമ്മ ചിലപ്പോ ഇപ്പൊ ടി വി കാണുവാണെങ്കിലേ DD നാഷണലാന്ന് വിചാരിക്കും. അതെ, ഭൂതല സംപ്രേഷണം. നമുക്ക് മലയാളം പോരെ? മലയാളം മതി. ശരി, ഹിന്ദി മലയാളം മതി. അയ്യോ, വേണ്ട. മലയാളം വേണ്ട. നമ്മള് മലയാളികൾക്ക് സുഖമാണോ? മറ്റേ ചോദിച്ചേ ചേട്ടാ, നരേന്ദ്രമോദി സാർ എപ്പോ വന്നാലും ഈ കേരളത്തിൽ സുഖമാണോ എന്നൊരു ചോദ്യം ചോദിക്കും. मेरा മലയാളി സുഹൃത്തുക്കളെ, സുഖമാണോ? ഏതായാലും നമസ്കാരം, നിങ്ങൾക്ക് വളരെയധികം നമസ്കാരം. സത്യമായിട്ട് പറയട്ടെ, ഭയങ്കര goosebumps ആയിരുന്നു. സാറ് വന്ന് എനിക്ക് ആദ്യത്തെ ഒരു സാധനം പറയട്ടെ. സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോ എന്നോട് അറ്റ്ലീസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യും, എന്തെങ്കിലും ഒന്ന് പറയും. ഇത് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടോ. എന്റെ ലൈഫിൽ, എന്റെ കരിയറിൽ കിളി പോയൊരു മൊമെന്റ് ചോദിച്ചാൽ ഞാൻ ഇതായിരിക്കും ഇനി പറയാ. കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ആദ്യമായിട്ടായിരിക്കും. ഭയങ്കര സ്റ്റണ്ടായിട്ട് എനിക്ക് ഇപ്പോഴും റിയാലിറ്റിയിൽ വരാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയിലാണ്. ഞാൻ കണ്ണൂരുകാരൻ, പയ്യന്നൂരിലാണ് എന്റെ താമസം. പക്ഷെ ഞാൻ ബോംബെയിലും ഗൾഫിലൊക്കെ ആയിട്ട് ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. യൂഷ്വലി നടക്കുമ്പോൾ ഈ കോസ്റ്റ്യൂമും ഇങ്ങനെ തന്നെ ആയിരിക്കും? അതോ ഞാൻ സാധാരണ കൂടുതൽ ആൾക്കാരിൽ നിന്നും ഒഴിവാകാൻ വേണ്ടിയിട്ട് സാധാരണ പൈജാമ, ഞാൻ ഈ ജൂബ മാത്രം ഇടും. അല്ലെങ്കിൽ ഞാൻ ഷർട്ടും ഒക്കെ ചില സന്ദർഭങ്ങളിലെങ്കിലും എനിക്ക് മാസ്ക് ധരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ആദ്യമായിട്ട് ആരാണ് ഇങ്ങനെ തിരിച്ചറിഞ്ഞത്? ഒരു ഫേസ് കട്ട് ഉണ്ട്, ആൾക്കാർ വന്ന് ആദ്യമായിട്ട് സംസാരിച്ചു? അത് 2017 ഞാൻ എൻ്റെ പയ്യന്നൂർ സ്റ്റേഷനിൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകാൻ വെയിറ്റ് ചെയ്യുന്ന സന്ദർഭത്തില് ഏതോ ഒരു കുട്ടിയെ കണ്ട് എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ വൈറലായി. മോദിജി എന്ന് പറഞ്ഞിട്ട് വൈറലാക്കി. അന്നു മുതൽ എല്ലായിടത്തും ആൾക്കാരുടെ ഒരു പ്രകടനം തന്നെയായിരുന്നു. ഡിറ്റോ എന്ന് പറയാം, ഡിറ്റോ ഫിഗർ. ഡിറ്റോ എന്താണ് ജോലി? എന്താണ്?
ഞാൻ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ബേസിക്കലി ഒരു സ്റ്റെനോഗ്രാഫർ ആയിരുന്നു പണ്ട് ആ കാലഘട്ടത്തിൽ 70-ൽ മുമ്പേ. അപ്പോൾ അങ്ങനെ പല പ്രൈവറ്റ് കമ്പനികളിലും സെക്രട്ടറി ആയിട്ടും ഒക്കെയാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. എന്തായാലും അടുത്ത് തന്നെ മോദിജിയുടെ അടുത്ത് എത്താൻ കഴിയട്ടെ എന്ന് നിങ്ങൾ ആത്മാർത്ഥത്തോട് പ്രാർത്ഥിച്ചു. കാരണം തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞ ഭയങ്കര ഒരു കിടിലം മൊമെന്റ് ആണ് ഞങ്ങൾ കിട്ടിയിരിക്കുന്നത്. അഖിലേ, നമുക്ക് കിട്ടിയൊരു അവസരമാണ്. ഒരു ഫോട്ടോ എനിക്ക് സാറിന്റെ കൂടെ വേണം. എനിക്കും വേണം. നമുക്ക് എല്ലാവർക്കും വേണം. ചേച്ചി ഞങ്ങളൊന്ന് എടുക്കോ, എന്നിട്ട് സാറിനെ അങ്ങോട്ടേക്ക് വിടാം. എന്റെ ദൈവമേ. ചേച്ചി വരുന്നു. ഒരുപാട് സന്തോഷം. സാറിന്റെ കുടുംബത്തിനോടും എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയാം. തീർച്ചയായിട്ടും അവരൊക്കെ കാണുന്നുണ്ടാവുമായിരിക്കും, പ്രോഗ്രാം കാണുന്നുണ്ടാവുമായിരിക്കും. അയ്യോ, ഈ ഞെട്ടലൊന്നും മാറ്റണ്ടേ? ഇത് റിയാലിറ്റിയിലേക്ക് വരണമെങ്കിൽ, ഇത് കോമഡി മാസ്റ്റേഴ്സ് ആണെന്നുള്ളത് നമ്മൾ നമ്മളെ തന്നെ പ്രൂവ് ചെയ്യണമെങ്കിൽ സ്കിറ്റ് കാണണം, ചിരിക്കാം, എന്നാലേ നമ്മൾ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുള്ളൂ. അപ്പൊ ഗൈസ്, യു ആർ വാച്ചിങ് കോമഡി മാസ്റ്റേഴ്സ്. എന്താ വരുന്നു? ചിരിയുടെ പൂരം സ്കിറ്റ്. നമ്മൾ ഈ ജയിലിൽ കിടന്ന് എത്ര കാലാടി കഷ്ടപ്പെടുന്നത്. നിനക്ക് മടുപ്പ് വന്നില്ല ഇങ്ങനെ ഇവിടെ പണിയെടുത്തിട്ട്? അതങ്ങനെയാണ്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ ഈ ജയിലിൽ വന്നത്. കഷ്ടപ്പെട്ടില്ല പിന്നെ ജയിലിൽ വന്നെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടോ? അതെങ്ങനെ? ഇപ്പൊ എന്റെ സ്വഭാവം നിനക്കറിയാലോ. പാലില്ലാതെ വന്നപ്പോ സ്വന്തമായിട്ട് പശുവിനെ വളർത്തിയവനാണ് ഞാൻ. അത് നല്ല കാര്യല്ലേ? കോഴിമുട്ടക്ക് വില കൂടിയപ്പോ സ്വന്തമായിട്ട് കോഴിനെ വളർത്തിയവനാണ്. ഓ, അടിപൊളി, നല്ല കാര്യം ആണല്ലോ. അതെ. മദ്യത്തിന് വില കൂടിയപ്പോ സ്വന്തമായിട്ട് വാറ്റിയവനാണ് ഞാൻ. നമ്മൾ ഈ സാധനത്തിന് വില കൂടിയപ്പോ സ്വന്തമായിട്ട് കൃഷി ചെയ്തവനാണ് ഞാൻ. അങ്ങനെയാണല്ലോ ഞാൻ ഇവിടെ വന്നത്. അങ്ങനെയാണല്ലോ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണോ, അല്ലാണ്ടൊന്നും ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടൂല. അയ്യോ, വർത്താനം കേട്ടാത്തൊന്ന് കഷ്ടപ്പെട്ട് വളർന്നു വന്ന് വലിയ ഉദ്യോഗസ്ഥനാണെന്ന്. പിന്നെ നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ലേ. എന്റെ ഭാര്യയുടെ പേരെന്താ? ആശ. ആശ? എല്ലാവർക്കും ആശയാണ്. അതല്ല, എന്റെ ഭാര്യയുടെ പേരാണ് ആശ. അതെയല്ലേ, എന്ത് ചെയ്യുന്നു ആശ? വർക്കറാണ്. എന്ത് വർക്ക്? ആശ വർക്കറാണ്. അല്ല, ആശ എന്ത് വർക്ക് ചെയ്യുന്നെന്ന്? ആശ വർക്കറാണ്. അത് മനസ്സിലാവണ്ടേ? അതെ. എടാ, നീ എങ്ങനെ ഇവിടെ എത്തിയത്? അയ്യോ, ഒന്നും പറയണ്ടാ. ഞാനൊരു 12,000 രൂപ ലാഭിച്ചതാണ് പ്രശ്നമായത്. 12,000 രൂപ ലാഭിക്കാൻ പറഞ്ഞ ജയിലിലേക്കല്ലേ പോകുന്നത്? എടാ, മദ്യം വെച്ച് വാഹനം ഓടിച്ച് എത്ര രൂപ പിഴ? 10,000 രൂപ. 10,000 അല്ലേ? എന്നിട്ട് പോലീസ് കൈ കാണിച്ചിട്ട് നിർത്താതെ പോയ എത്ര രൂപ പിഴ? 2,000 രൂപ. ഞാൻ മദ്യം വെച്ച് വാഹനം ഓടിച്ചോണ്ടിരിക്കല്ലേ പോലീസുകാർ കൈ കാണിച്ചു, ഞാൻ നിർത്താതെ പോയി. എത്ര രൂപ ഞാൻ ലാഭിച്ചു? അപ്പൊ നീ 12,000 രൂപ ലാഭിച്ചില്ലേ? 12,000 ലാഭിച്ചു. അതല്ലേ നിന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ അപ്പൊ നീ എങ്ങനെ ജയിലിൽ പോയി? അതല്ല പറഞ്ഞത്. ഈ ഞാൻ വണ്ടി ഓടിച്ച് പോയപ്പോ ഒരു തട്ടുകടക്ക് മുമ്പിൽ ഒരാൾ ഇരുന്നിട്ട് പുട്ടും മുട്ടയും തട്ടിക്കൊണ്ടിരിക്കുക. എന്റെ വണ്ടി തട്ടുകടയെ തട്ടി, അയാളെയും തട്ടി. അയാള് തട്ടിപ്പോയി. അയ്യോ, ഞാൻ ജയിലിൽ പോയി. എന്നിട്ട് അപ്പൊ നിങ്ങളുടെ ഭാര്യ ആരുടെയോ കൂടെ പോയി. എടാ പ്രാസപ്രിയ, നീ അത് പറഞ്ഞു ഒപ്പിച്ചോണ്ട് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ജയിലിൽ ഒരു 10 വർഷം കൂടെ കിട്ടിയേനെ. അല്ല, അത് നിന്റെ പ്രാസ അത്രയ്ക്ക് നീണ്ടുപോയല്ലോ. അതല്ലേ, 10 വർഷം കിട്ടുമോന്ന് അറിയില്ല. ഇപ്പൊ ബംഗാളികളൊക്കെ ജയിലിലേക്ക് വന്നോണ്ടിരിക്കുക, അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട്. അങ്ങനെ ഒരു കേസുണ്ട്. ഈ ഇപ്പം കേരളത്തിൽ ഒന്നാമത് ബംഗാളികള്, പിന്നെ ഉള്ള ബംഗാളികൾ ജയിലും കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചാൾ കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കിടക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അല്ല, ഞാനിത് ആലോചിക്കുന്നത്, ഈ ബംഗാളികൾ ഇല്ലാത്ത ഏതെങ്കിലും സ്ഥലം ഉണ്ടാ? ബംഗാളിനകത്ത് സ്ഥലമുണ്ട്. ഏതാ? ബംഗാള്. അതെന്താ? അവരെല്ലാം കൂടി ഇങ്ങോട്ട് പോകുന്നില്ലേ? അത് ശരി. അതെ, നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഒന്നിനും ഒരു മുട്ടുമില്ല അല്ലേ? ഒന്നിനും ഒരു മുട്ടില്ല. അങ്ങനെ അങ്ങനെ ചോദിച്ചെന്നാ? അല്ല, നിനക്കൊരു മുട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. എന്നാ സംഭവം അറിയാമോ? എന്റെ സെല്ലിൽ കിടക്കണ ആ കൂട്ടുപ്രതി ഇല്ലേ, അവൻ ഈ രാഷ്ട്രീയ തടവുകാരനാണല്ലോ. അപ്പൊ അവൻ ഒരു ദിവസം പറയണം, മര്യാദക്കല്ല നിന്റെ കാല് തല്ലി ഓടിക്കുന്നു. അയ്യോ, അങ്ങനെ പറഞ്ഞ പിന്നെന്തിന് നിങ്ങൾ അവന്റെ മുമ്പ് ചെന്ന് നിന്നേ? നിങ്ങൾക്ക് സൂപ്രണ്ടിന്റെ അടുത്ത് പരാതി പറയായിരുന്നില്ലേ? സൂപ്രണ്ടിലേക്ക് പരാതി കൊടുത്തപ്പോൾ അങ്ങനെയാണ് ഇത് തല്ലി ഓടിച്ചത്. തല്ലി ഓടിച്ചത് അങ്ങനെ പറയുന്നത് രാഷ്ട്രീയ തടവുകാരൻ എന്നൊക്കെ പറയുമ്പോൾ ജയിലിൽ വരുന്നത് സുഖവാസ കേന്ദ്രമായിട്ടാണ്, അവിടെ റിസോർട്ടാണത്, അവിടെ നേരെ ഒന്നും പറയില്ലേന്ന്. അതെയാ? നമുക്കൊന്നും ഒരു വിലയില്ല, രാഷ്ട്രീയ തടവുകാർക്കാണ് ഇവിടെ വില. അത്രയും നമ്മൾ പണിയെടുത്ത സൂപ്രണ്ട് വരുന്നുണ്ട്, അയാൾക്കൊരു പണി കൊടുക്കണം. ഇനിയിപ്പൊ അയാള് പണിയെടുക്കണ ചുമ്മാ വർത്താൻ പറഞ്ഞിരിക്കണ രണ്ടുപേരും. ഇല്ല, നല്ല പണിയാ, നല്ല. ആനപ്പനിക്കൊന്നേ വേണ്ട, മറ്റേ കാല് വലിയ അടിക്കാനല്ലേ.
അല്ലടാ, നീ വന്നെടാ. ഇല്ല, വേണ്ട. അതെ ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ വേണ്ട സാറ്, ഞാൻ അവിടെ നിന്നോളാം, കുഴപ്പമില്ല. എടാ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. മറ്റേ കേസല്ലേ? ഏത് കേസ്? സാറിന്റെ മറ്റേ ഇത് മൃദുല മറ്റേ എടാ ഇത് നിനക്ക് ഗുണമുള്ള കേസാണ്. ഓ പിന്നെ നിങ്ങളുടെ കേസിലൊക്കെ എനിക്കതൊന്നും നമ്മളെ കയ്യിൽ ഇടപെടില്ല. എടാ ഇതൊന്നും അല്ല. ആ. എടാ നിന്റെ ശിക്ഷ കഴിഞ്ഞു, ശിക്ഷാ കാലാവധി കഴിഞ്ഞു. നീ നാളെ റിലീസ് ആവുകയാണ്. നീ എന്തിനാണ് സന്തോഷിക്കുന്നത്? സന്തോഷിച്ചല്ല, എന്റെ കാലം ഒന്ന് ഷൂട്ട്സ് എടുക്ക് സാറേ. എന്നാ ചവിട്ടിയാന്നറിയാം. എനിക്കൊന്ന് ആഹ്ലാദിക്കാനുള്ള ഒരു മൂടുണ്ടായിരുന്നു. ഇങ്ങനെ വെക്കാനായിട്ട് ആ ഫ്ലോയങ്ങ് പുള്ളി കളഞ്ഞു. സാറേ നേരാണ്, ഞാൻ നാളെ സംഭവം നാളെ നീ രാവിലെ റിലീസ് ആവുകയാണ്. ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാം. നാട്ടിൽ പോയി പണി എടുത്ത് സുഖമായിട്ട് ജീവിച്ചോളാം. ഇനി മേലാൽ ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. എന്റെ സ്വാറിയാലും ഇടിച്ചു കേട്ടാ, ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. ഇല്ല ഞാൻ നാട്ടിൽ പോയി ഇങ്ങോട്ട് ഇടയ്ക്ക് വന്നോണ്ട് കുഴപ്പമുണ്ടോ? അച്ചുകളാണിത് ഇടയ്ക്ക് വന്ന് എന്തെങ്കിലും കാര്യമുണ്ട് വരണ്ടേ, അതുകൊണ്ട് ചോദിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, ഇനിയെങ്കിലും നാട്ടിൽ പോയി പണിയെടുത്ത് ജീവിക്കും. നീ ഇങ്ങോട്ട് വരേക്കുമ്പോ നിനക്ക് എന്തായിരുന്നു ജോലി അവിടെ? ഡ്രൈവിംഗ് സ്കൂളായിരുന്നേ. ഡ്രൈവിംഗ് സ്കൂൾ നടത്തിയിരുന്നാണോ നീ? സ്വന്തമായിട്ട് ഞാൻ പുതിയ 2 വണ്ടി മേടിച്ചിട്ട് ഞാനൊരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി. എന്നിട്ട് കൊറേ പിള്ളേര് പഠിക്കാൻ വേണ്ടി വന്നു. ഞാൻ ആരെയും പഠിപ്പിച്ചില്ല. അവർക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടാ. അവര് വണ്ടി ചീത്തയാവൂലേ അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാ? അതിനായോടാവും പറഞ്ഞത്. എന്ത് ന്യായെന്നാ സാറീ പറയുന്നത്? വണ്ടി ഓടിക്കാൻ പഠിക്കാത്തോണ്ടല്ലോ അവര് വണ്ടി ഓടിക്കാൻ പഠിക്കാൻ വരുന്നത്. അപ്പൊ അവര് പഠിപ്പിക്കണ്ടേ? അവരെ നീ എന്താണ് പഠിപ്പിക്കാത്തത്? എനിക്ക് ലൈസൻസ് ഇല്ലല്ലോ. അതാ ലൈസൻസ് ഇല്ലാത്തത്? വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ വേണ്ട ലൈസൻസ്. എടാ എന്തൊക്കെയായാലും എങ്ങനെയൊക്കെയായാലും നാട്ടിൽ പോയി ഭാര്യയുടെ കൂടെ സുഖമായിട്ട് ജീവിച്ചോളണം. ആരുടെ ഭാര്യയുടെ കൂടെ? നിന്റെ പറഞ്ഞു നിർത്തില്ല. നിന്റെ ഭാര്യ ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്റെ ഭാര്യ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഈ ജയിലിനകത്തേക്ക് എന്തിനാ എന്റെ ഭാര്യ വന്നെ? സാറേ അവളെ കടത്തി. അവൾക്ക് എന്തോ അത്യാവശ്യം നിന്നോട് പറയാണ്ടെന്ന് പറഞ്ഞ് മോളിന് പെർമിഷൻ എടുത്തിട്ടാണ് അവൾ ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങോട്ടാ? ഒന്ന് മാർക്ക്. എത്ര നാളെ കണ്ടിട്ട് എന്നെ ചക്കരനെ പറ്റിയ പാട്ടാണ്. മൂന്നെണ്ണം വിട്, അതിന്റെ 3 കീറി പോകും. സാറേ എന്റെ വൈഫ്, അയ്യോ എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. സത്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ സ്വർഗത്തിലാണോ അതോ നരകത്തിലാണോ? നരകത്തിലാണോ നിൽക്കണത്? ഭാര്യ എടുത്ത് നിൽക്കണില്ല, അപ്പൊ നരകമാണത്. എന്റെ ആശ എനിക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ചേട്ടാ കരയാതെ ചേട്ടാ, കരയാതെ കരയാതെ കരയാതെ. ആ കരച്ചിന്റെ ബാക്കി കുറച്ച് അത് അവക്കിൽ ഇഷ്ടപ്പെടൂല. ഞാൻ കരയില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആശേ, എന്തോ ഒരു സന്തോഷ വാർത്ത. എന്താ? നാളെ റിലീസ് ആവുകയാണ്. ഏത് പടം? അതല്ല, ഞാൻ നാളെ റിലീസ് ആവുകയാണ്. ഏത് തിയേറ്ററിലാ? പോയി തല്ലി പോയി കിടക്കടാ. എടാ ഇവളുടെ കൂടെ ജീവിക്കണ വല്ല തടവിച്ചിട്ട് അനുഭവിക്കണാണ്. എന്റെ ആശയം, നാളെ ഞാൻ ഈ ജയിലിൽ നിന്ന് റിലീസ് ആവുകയാണ്. എന്റെ ശിക്ഷാകാലാവധി കഴിഞ്ഞു. എന്റെ ഈശ്വരോ, നാശിപ്പിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ ഒരു എരണങ്ങട്ടവനാ. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കാൻ പോകുമ്പോ അപ്പ എരണക്കേടായിട്ട് വന്നോളൂ. ഇവിടെ മനുഷ്യൻ, നിങ്ങൾ വല്ലതും അറിഞ്ഞോ? ഇനി മുതൽ ജയിൽ പുള്ളികൾക്ക് 3 ഇരട്ടിയാ കൂലി. സത്യോട് ഞാനത് പറയാൻ വേണ്ടി കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. അല്ല നമ്മുടെ കാലാവധി കഴിഞ്ഞു പോയില്ലേ? ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് വന്നേ. ഞാനൊരു ആശാ വർക്കർ അല്ലേ. ഇത്രയും കാലം ആ സെക്രട്ടറിന്റെ മുമ്പിൽ പോയി സമരം ചെയ്തിട്ട് നക്കപ്പിച്ചേ ഞങ്ങക്ക് കൂട്ടിക്കെട്ടിയത്. ഇത് തോന്നിയ മാസം ചെയ്ത് ജയിലിൽ കിടക്കണവനൊക്കെ 3 ഇരട്ടി കൂലി കൂട്ടിന്ന് അറിഞ്ഞപ്പോ ഞാൻ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടെന്നറിയോ? എന്റെ പൊന്നെ, എന്തൊക്കെ സ്വപ്ന കണ്ടത്? ടൗണിൽ നല്ലൊരു ഫ്ലാറ്റ്, കാറ്, പിന്നെ ബാങ്ക് ബാലൻസ്. നിങ്ങൾ അങ്ങോട്ട് വന്ന ഇത് വല്ലതും നടക്കുവോ? സാറേ അതെ, അവിടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി കുറച്ച് ആളുകൂടെ എന്നെ ഇവിടെ ഇടാൻ പറ്റുമോ? അതെങ്ങനെയാണ് സാധിക്കണത്? നിന്റെ ശിക്ഷാ കാലാവധി കഴിഞ്ഞില്ല, നീ നാളെ പോണം ഇവിടുന്ന്. സാറ് പറയണത് ഇവിടുന്ന് പോണെന്നാ പറയണം. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. സാറ് അവള് പറയണ അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. എടാ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, നിന്റെ ഇത് കഴിഞ്ഞ് നീ പോണം. സാറ് സമ്മതിക്കണം, നമുക്ക് വീട്ടിലേക്ക് ഇവിടെ നിക്കണ്ട. ഇതെന്തൊരു കഷ്ടമാണ് നോക്ക്. ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക, എന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാതിരിക്കാൻ പറ്റുമോ? ഇത്രയും വൃത്തികെട്ട ഒരു മോഹൻലാലിനെ എന്റെ ജീവിതം. നമുക്ക് ഒന്ന് എടാ ഇതൊന്നും നടക്കൂല. സംഭവം ശരി, നിന്റെ ദുഃഖവും ബുദ്ധിമുട്ടൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാനെന്നാ ചെയ്യേണ്ടത്? നീ ഒരു കാര്യം ചെയ്യ്, നീ പുറത്തിറങ്ങിയിട്ടേ
നീ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു ക്രൈം ചെയ്യും, അപ്പൊ നിന്നെ പിടിച്ചകത്തിടും. പിന്നെ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം, നീ ഇങ്ങോട്ട് പോയി. പിന്നെ ഞാനിനി പുറത്തു പോയി ഒരു ക്രൈം ചെയ്ത് അത് കോടതിയിലായി, സ്റ്റേഷനിലായി, കേസായി, അതിന്റെ വിധിയൊക്കെ വരുമ്പോ എത്ര വർഷം പിടിക്കും? എടാ അതാ നടക്കുള്ളൂ, അതൊക്കെ നടക്കുള്ളൂ, അതിൽ കൂടുതലൊന്നും നടക്കൂല. അതൊക്കെ നടക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. എന്ത് വകുപ്പ്? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ ഇവിടെ തന്നെ കിടന്നാ മതിയല്ലേ, ഇവിടുന്ന് പുറത്തു പോകാതെ. അല്ല ഏത് ഐഡിയ ഞാൻ പറഞ്ഞതേ. എങ്ങനെ അല്ലേ നമ്മൾ ഇവിടുന്ന് അകത്ത് കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവനെ തൊടാതെ കരുതട്ടാ, ഇവിടെ പോലീസ് സൂപ്രണ്ടാണ്, എന്റെ സ്വാതന്ത്ര്യം നിനക്കറിയാല. മുട്ടിന്റെ ചിരട്ട അടിച്ച് പൊട്ടിച്ച ആളാണ് ഞാൻ. അല്ല സാറല്ലേ എന്റെ മുട്ടിന്റെ ചിരട്ട തല്ലി പിടിച്ചത്. അപ്പൊ പിന്നെ സാറിനെ തല്ലി കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. പോലീസ് ഉദ്യോഗസ്ഥനെ തല്ലി കഴിഞ്ഞാൽ എന്തായാലും അകത്ത് കിടക്കാം. സാറേ ഈ മൂക്കിലിടിക്കുന്ന ഞാനാട്ടാ. എന്തിനാണ് എന്റെ മൂക്കിലിടിക്കണത്? സാറ് പറഞ്ഞില്ല എനിക്ക് ശിക്ഷയിൽ അളവ് തരാന്ന്. എനിക്ക് അളവ് വേണ്ട, എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം, പുറത്തു വേണ്ട സാറേ. അടിപൊളി അടിപൊളി. ഇനിയിപ്പോ ഞങ്ങൾ അകത്തിട്ട് പൂട്ടിക്കോ. ഇനി ഒരു 12 വർഷം കഴിഞ്ഞ് കാണാൻ നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാം കേട്ടോ. ഫ്ലാറ്റ്, വീട് എല്ലാം. നിങ്ങൾ ഇപ്പഴും ഒരു ചോണക്കുട്ടനായത്. അറിഞ്ഞിരിക്കണല്ലോ സാറെന്തിനാണ് എടാ ഞാൻ സന്തോഷം കൊണ്ട് ചിരിക്കണാണ്. സന്തോഷം കൊണ്ടാ? നാളെ മുതൽ നിങ്ങൾക്കൊക്കെ 3 ഇരട്ടി ശമ്പളം കൂട്ടണ. അത് മൊത്തമായിട്ട് നിങ്ങൾക്ക് കിട്ടൂല. ഇല്ലാന്ന്. അതിൽ നിന്ന് 30% നിങ്ങളൊക്കെ ദേഹോപദ്രവിപ്പിച്ച എനിക്കാടാ. ബാക്കി 50% നിങ്ങളുടെ കുടുംബക്കാർക്ക് കിട്ടും. അതിന് ബാക്കിയുള്ളതാ നിങ്ങൾക്ക് കിട്ടുള്ളടാ. അപ്പൊ നാളെ മുതൽ എനിക്ക് ശമ്പളത്തിന് ശമ്പളം, ലീവിന് ലീവ്, നിങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് 30% തുകയും. അപ്പൊ ആരാടാ ഈ കൂട്ടത്തിൽ കേമൻ? അപ്പൊ നീ തന്നെയാ കേമൻ. അയ്യോ സോറി സാർ, സാർ എന്റെ കേമൻ. ചേച്ചി, ഫ്രണ്ട്സ്, പുതിയ ഫ്രണ്ട്സ്. അതായത് നമ്മുടെ ഫ്ലോറും മലയാള സിനിമ ഏതാണ്ട് ഒരുപോലെയാണ്. അതെ. മലയാള സിനിമയിലും ഇടയ്ക്കിടയ്ക്ക് പുതുമുഖങ്ങൾ വരും, ഹിറ്റ് ആവും. നമ്മുടെ ഫ്ലോറിലും പുതിയ ആൾക്കാർ വരും, ഹിറ്റ് ആവാറുണ്ട് ഇല്ലേ? അത്തരത്തിൽ വീണ്ടും കോമഡി മാസ്റ്റേഴ്സിന്റെ വേദി കുറച്ച് പുതുമുഖങ്ങളെ പരിചയപ്പെടുത്താൻ പോകും. ബാറ്ററി ഓക്കെ ചേച്ചി? അങ്ങനെയാണെങ്കിൽ കോമഡി മാസ്റ്റേഴ്സ് വേദിയിൽ പരിചയപ്പെടുത്തുന്ന പുതുമുഖങ്ങൾ: ജിഷ്ണു, സച്ചിൻ, അഞ്ജന. റബ്ബർ വെട്ടണ ഒരു ഗന്ധർവനെ ഞാൻ ആദ്യമായിട്ടാണ്. പിന്നെ ഈ തലയിൽ പന്തവും കൊളുത്തിക്കണെങ്കിൽ ആരെന്നാ? ഞാനിവിടുത്തെ മരം വെട്ടുകാരൻ. എങ്കിൽ ഞാൻ ഇവിടുത്തെ ജലദേവൻ. സത്യം എന്റെ പൊന്നെണ്ണ, ഞാൻ ഒരു കാര്യം പറയട്ടാ. ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിന് വന്നേട്. അയ്യോ, അപ്പൊ നീയാണല്ലടാ എന്നും എന്റെ റബ്ബറും തോട്ടത്തിൽ അത്യാവശ്യത്തിന് പറഞ്ഞത്. പിന്നെ കാരണം ഞാൻ പഞ്ചായത്തിൽ നിന്ന് അവാർഡ് വരെ മേടിച്ച് നിനക്കറിയാമോ? അതെന്തിനാ? എന്തിനാ? റബ്ബർ വെട്ടിക്കൊണ്ട് തിരുവാതിര കളിച്ചേ. അതല്ല, പിന്നെ ഞാൻ എന്റെ മണിയെ തിരക്കി വന്നേണ്. നിന്റെ മണി എന്താടാ എന്റെ ചിരട്ടയിലായിരിക്കും. എന്റെ പൊന്നെണ്ണ അതല്ല, നിങ്ങളുടെ മുതലാളിയില്ലേ, നിങ്ങളുടെ മുതലാളിയുടെ മോളും ഞാനും തമ്മിൽ പ്രണയത്തിലാണ്. ഞാനല്ലേ വെക്കാനുള്ളത്. അയ്യോ, നിങ്ങൾ വായിട്ട് അത് കൂടിപ്പോയി മുതലാളി വരും. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു വായിട്ട് തന്നെ. എന്തേലും പറഞ്ഞാലും ശരി, ഞാൻ എന്റെ മുതലാളിയുടെ ഇപ്പൊ വിളിച്ചു പറഞ്ഞു കൊടുക്കും. മുതലാളി അയ്യാ പറയല്ലേ അണ്ണ, 5000 രൂപ. മുതലാളി 10,000, മുതലാളി 25,000. എന്റെ മോലാളി 5 പൈസ തരാത്ത അവനെ മോലാളി എന്ന് വിളിക്കണേനെ കാട്ടി നല്ലതല്ലടാ നിന്നെ വിളിക്കണത്. 25,000 എപ്പ തരും? അവിടെ അങ്ങോട്ട് മനുഷ്യൻ ടെൻഷൻ അടിച്ച് ഇവിടെ നിൽക്കുമ്പോ 25,000 എപ്പ തരും? നിനക്ക് എന്തിനാ ടെൻഷൻ അടിക്കണത്? നീ അണ്ണാ, ഞാൻ ഇരിക്കണ കാണാനില്ലെന്നാ. അത് നിനക്ക് കാണാൻ പറ്റില്ല, പക്ഷെ എനിക്ക് തമാശ വിടന്നിരി. ഇവിടെ മനുഷ്യ ഒരു തമാശ ഉണ്ടാക്കാൻ തമാശ വിടണ്ട. നിന്റെ അടുത്ത് അവൾ എവിടെയാ വരാൻ പറഞ്ഞത്? അവള് 3ാമത്തെ വിരലിന്റെ ഇടയില. അയ്യോ അതല്ല, അവള് 3ാമത്തെ പൊക്കിളിന്റെ ഇടയിൽ. പൊക്കിളാ? അല്ല പിക്കിള്. പിക്കിളാ? അല്ല കപ്പിള്. കപ്പില്ല, വേണമെന്നുണ്ടെങ്കിൽ ഈ ചേട്ട വെച്ച് നീ അഡ്ജസ്റ്റ് ചെയ്യണം. അതല്ല, നമ്മൾ ഈ മദ്യം ഈ ഗ്ലാസ്സിൽ വീത്തിട്ട് ഒരു പേര് പറയുമല്ലോ. എടാ അത് പെഗ്. ഓ, അപ്പൊ 3ാമത്തെ പെഗില് 4ാമത്തെ ഐസ് ക്യൂബ് ഇടുമ്പോഴത്തേക്ക് ജഗന്നാഥൻ വരുവടാ. നിങ്ങൾക്കറിയാം എന്താ മോനെ, ഇതെങ്കിലും അറിയണ്ടേ? ഞാൻ എല്ലാം കയ്യിൽ പോയല്ല. അതല്ല, അവളെന്റെ അടുത്ത് പറഞ്ഞതേ 4ാമത്തെ പ്ലാറ്റ്ഫോമില് 5ാമത്തെ റബ്ബറിന്റെ ഗഡ ഇരിക്കാനാണ് പറഞ്ഞത്. നീ വിളിച്ച അവൾ വരും എന്തൊരു ഉറപ്പ്? ഞാൻ വിളിച്ച എന്റെ അശ്വതി അച്ചു ഇറങ്ങി വരൂ. കൂട്ടുകാരാ, അശ്വതി അച്ചു ആണ് അവളെ തേക്കി, നീ സൂക്ഷിച്ചോളാം.
പിന്നെ അതൊക്കെ നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ട അശ്വതി അച്ചു. അതുപോലല്ല എന്റെ അച്ചു. ഞാൻ വിളിച്ചാ അവള് ഓടി വരും. ഒന്ന് വിളിച്ചാണെങ്കിൽ നോക്കാം. അച്ചു നീ എവിടാ? എന്റെ അച്ചുവേ നീ എവിടാ? അച്ചുകുട്ടിയേ നീ എവിടാ? വരണതുമില്ല. അങ്ങനെ വലിച്ചാ വരൂല. താണ്ട ഇങ്ങനെ വലിക്കണമെങ്കിലേ വരുവുള്ളു. ഇങ്ങനെ ഒട്ടുവാലി എവിടെ പോയി കിടക്കണം. ഹലോ ഗായ്സ്, ഗായ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഐശ്വര്യ അച്ചു. സോ ഗായ്സ് ഇതിന്റെ 4ാമത്തെ വിളിച്ചോട്ടവാ. 3 എനിക്ക് 1 മില്യൺ അടിക്കാൻ പറ്റിയില്ല ഗായ്സ്. ഇത് എങ്ങനെ പോയാലും നമുക്ക് 1 മില്യൺ അടിക്കണം കേട്ടോ. സോ ഗായ്സ് ഈ നിൽക്കുന്നതാണ് എന്റെ ഭാവി വരൻ സൂര്യവർദ്ധൻ. ഞാൻ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് ഇത് എവിടെ പോയി മേടിക്കാൻ പെണ്ണേ? എന്തോന്നു മനുഷ്യ, ചൂര വറുത്തത് അല്ല സൂര്യവർദ്ധൻ. കൊച്ചെന്ത് എവിടാ? കൊച്ചി ഇവിടെ അല്ലണ്ണ. സത്യം പറ, ഇത് ആരിത്? ഇതാരാ? പാലെടുക്കാൻ വന്ന ആരെങ്കിലും ആണോ? അല്ലേ അല്ല. ഏയ് മാളോരേ, ഇദ്ദേഹം നിങ്ങളുടെ ആരെങ്കിലും ആണോ? ഏയ് അഖിൽ കവളിമടൽ. ഏയ് അഖിൽ കവളിയൂർ, ഇദ്ദേഹം നിങ്ങളുടെ ആരെങ്കിലും ആണോ? അല്ലേ അല്ല. നാടകം പൊളിഞ്ഞു. അതെയോ? അതെ അതെ, എല്ലാം ഞാൻ ഇദ്ദേഹത്തിനോട് തുറന്നു പറയുന്നു. സംശയമുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറായ 567 വായും കഴിക്കണേ. എവിടെ നിന്ന് കിട്ടി? നീ എന്തോന്ന് കണ്ടിട്ട് ഇവനെ പ്രേമിച്ചത്? എന്തോന്ന് കണ്ടിട്ടെന്നാ? എന്റെ കണ്ണാപ്പി ഉണ്ടല്ലോ, ഡ്രൈവറാ. വെറും ഡ്രൈവർ അല്ല, നല്ല സൂപ്പർ പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവറാ. കാണിച്ചു കൊടുക്ക് കണ്ണാപ്പി. കമോൺ ബേബി. ഓ, എന്തൊരു ചേട്ടാ സൗണ്ട് കേട്ടത്? എന്റെ അല്ല, ബസ്സിന്റെ. പിടിച്ചിരുന്നോണേ. മണമുള്ള പൂന്നുള്ളി മുടിയിൽ ചുടി മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി. പഞ്ചാര പായസം ഉണ്ണുന്ന മടത്തത്തെ പയ്യന്മാർ നിന്നെ കണ്ട് കണ്ണു വയ്ക്കും. നീ എന്തിനടി ബാക്കി നിൽക്കണ? ഫ്രണ്ടിൽ വന്ന് ഗിയർ അടിച്ചിട്ട് പാ. നീ ആ വണ്ടി അങ്ങ് ഓഫ് ചെയ്തിട്ട് പതുക്കെ ഇങ്ങ് ഇറങ്ങ്. കുട്ടുമ്മ കുട്ടു സിപ്പിട്ടില്ലടാ നീ. പറ, എത്ര വർഷമായി പ്രണയം തുടങ്ങിയിട്ട്? 3 വർഷമോ? അല്ല 3 ദിവസം. 3 ദിവസം. ഓ, ഇങ്ങോട്ട് വന്നേ. അതിന് ഇയാൾക്ക് പ്രണയത്തെ പറ്റി വല്ലതും അറിയോ? പോ ചോദിക്കങ്ങോട്ട്. അതെന്താ, നിങ്ങൾക്ക് പ്രണയത്തെ പറ്റി വല്ലതും അറിയാമോ? പ്രണയത്തെ കുറിച്ച് എനിക്ക് അറിയാമോന്ന്. ഒരു പ്രണയം ഉണ്ടായിരുന്നു. ഈ കത്തിയിലെടുത്ത എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അവള് റബ്ബറിന്റെ പാല് പോലെയായിരുന്നു. റബ്ബറിന്റെ പാലാ? ഓ, ആര് ചാലി വെട്ടിയാലും അത് വഴി അങ്ങ് ഒഴി. ഏതോ ഷീറ്റ് വരെ കിടന്ന് ഷീറ്റ് അടിക്കും. അയ്യോ, നിങ്ങളെ പ്രണയം പോലെ അല്ല നമ്മളെ പ്രണയം. പിന്നെ കുട്ടുമ്മ കുട്ടു സിപ്പിടിലാലോ. മണ്ണ് മൂളിലുണ്ട് സണ്ണ്, കടയിലുണ്ട് മണ്ണ്. നീയാണ് എന്റെ പെണ്ണ്. ഓഫീസിലുണ്ട് ഏബി, എന്റെ ബാഗ് സ്കൂബി. നീയാണ് എന്റെ ബേബി. ബേബി എന്നതാ? എന്റെ പൊന്നു വെച്ച ഇവൻ ഭയങ്കര കള്ളൂടിയാണെന്ന്. കള്ളുടിക്കോ? എന്റെ ചേട്ടൻ കള്ളുടിക്കും. കയ്യിലുണ്ട് ഗ്ലാസ്, ബാഗിലുണ്ട് ചിപ്സ്, നിനക്കൊരു കിസ്. അത് മാത്രമല്ല, ഭയങ്കര സിഗരറ്റ് വലിയാടേ. സിഗരറ്റ് വലിക്കോ? വട്ടത്തിൽ പുകവിട അറിയാവോ? എന്റെ ചേട്ടന് വട്ടത്തിൽ പുകവിട അറിയാം. എന്റെ ചേട്ടനോടല്ലോ കണങ്കാവിലെ മമ്മൂട്ടിയാ. മമ്മൂട്ടി പക്ഷേ ഇവന് നീ മാത്രമല്ല വേറെ പ്രണയം ഉണ്ടെന്ന്. എന്റെ കണ്ണാപ്പിക്കോ? ചോദിച്ചോക്ക്, നോക്കണം. പുക്കി ബോയ് come on here, come. ബിസ്ക്കറ്റും കൂടെ അങ്ങ് ഇട്ടു അറിയാം. നോക്കണേ ഇവരുടെ 1 2 3 സ്റ്റാർട്ട്. പെണ്ണുങ്ങളുടെ പേര്, ചേട്ടൻ ഇഷ്ടമുള്ള പെണ്ണുങ്ങളുടെ പേര്. ചിഞ്ചും മഞ്ജുരൻ, ചിഞ്ചും മഞ്ജുരൻ. അയ്യോ അശ്വതി You cheat. അതല്ലെന്ന് നിങ്ങളെ ചതിക്കുമായിരുന്നല്ലേ? ഓ, പിന്നെ നിനക്ക് 3 4 തവണ ഒളിച്ചോടി പോവാം. ഞാൻ ഒരു 4 പെണ്ണുങ്ങളുടെ പേര് പറഞ്ഞതാണ് നിനക്ക് കുറ്റായി പോയത്. ഇത് ഞാൻ സഹിച്ചാലും എന്റെ ഫോളോവേഴ്സ് സഹിക്കില്ല. ഗൈസ്, ഇയാൾക്ക് വേറെ 3 4 പെണ്ണുങ്ങളുടെ സ്നേഹത്തിലായിരുന്നു. ഗൈസ്, ഞാൻ ഇനി എങ്ങനെ 1 മില്യൺ അടിക്കും? കുട്ടി വിഷമിക്കണ്ട, 1 മില്യൺ അടിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. എന്ത്? ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ? ജെൻസി കിഡ്സിനെ 43 വയസ്സായവരുടെ ആ പ്രണയം. അതുകൊണ്ട് ഈ 43കാരനും ഈ 20കാരിയും ഒളിച്ചോടുന്നു. അപ്പൊ ഞാനാ പോടാ കണ്ണാപ്പി.
പുതിയ ടീം ജിഷ്ണു, സച്ചിൻ ആൻഡ് അഞ്ജന, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ പെർഫോം ചെയ്തിട്ട് ഇഷ്ടമായോ? ഓ അടിപൊളി. സെറ്റ് അടിപൊളിയാണ്. അടിപൊളി. നമ്മളെയൊക്കെ ഇഷ്ടമായി. പിന്നെ അല്ലാതെ ഇതിനെ പറ്റി നമ്മളല്ല പറയണ്ടേ, നമ്മുടെ യൂട്യൂബേഴ്സ് പറയട്ടെ. അതായിരിക്കും അടിപൊളി. ആര് പറയും? കല്യാണി ഏറ്റെടുത്തോ? കുറെ നാളിന് ശേഷം ചിരിച്ച് ചിരിച്ച് മണ്ണ് തപ്പി ഹാപ്പി ആയില്ലേ? ഭയങ്കരമായിട്ട്. നിങ്ങളെ പോലത്തെ ഒരു അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കഥ വന്നപ്പോൾ കുറച്ചുകൂടെ സന്തോഷമായില്ലേ? വളരെ സന്തോഷം. ശരി, ശ്വേത ചേച്ചി. പുതിയ ടീം 3 പേരും കട്ടയ്ക്ക്. ഇതില് നമ്മള് ഒരാളെ എടുത്ത് അല്ല, ഒരു വീക്ക് പോയിന്റ് ഇല്ല കേട്ടോ. നിങ്ങൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കും കേട്ടോ. ഭയങ്കര അസാധ്യം. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. അതിനു മുന്നേ ചേച്ചി ഇവരുടെ ഒരാളിനെ കുറിച്ച് സംസാരിക്കണം. ആരെ പറ്റിയാണ്? കാര്യം ഇതിൽ ഒരാള് ജോലി കിട്ടി ഗൾഫിൽ പോകാനിരുന്നതാണ്. അപ്പൊ ഗൾഫിൽ പോകാൻ വേണ്ടിട്ട് എല്ലാം റെഡി ആയപ്പോഴത്തേക്ക് നമ്മുടെ അമൃതയെന്ന് വിളി വരുന്നു, ഇങ്ങോട്ടേക്ക് പെർഫോം ചെയ്യാൻ വരണം. ആ ഗൾഫിലെ ജോലി കളഞ്ഞിട്ട് അവിടെ പോവാതെയാണ് ഈ ഫ്ലോറിൽ വന്ന് നിൽക്കുന്നത്. സീരിയസ്ലി അത്രയ്ക്ക് ഈ ഫ്ലോർ ആഗ്രഹിച്ച ആളാണ് ഇവൻ. അടിപൊളി. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു വേദിയിൽ വരണമെന്ന്. കാരണം ഞാൻ ഒരു തവണ ഗൾഫിൽ പോയി ഇങ്ങനെ എപ്പോഴും ഭയങ്കര ജോലിയുടെ സ്ട്രെസ്സും കാര്യങ്ങളും അതൊക്കെ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഈ റീലൊക്കെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ പരിപാടി ഇങ്ങനെ റീലായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി ആഗ്രഹം വരുന്നു. ഈ വേദിയിൽ വരണം, ഈ വേദിയിൽ പെർഫോമൻസ് ചെയ്യണമെന്നുള്ളത്. ദൈവം സഹായിച്ച് എനിക്കത് നടന്നു. എടുത്തു പറയേണ്ടത് നമ്മുടെ ഗ്രൂമർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് ചേട്ടൻ സ്കിറ്റ് പഠിപ്പിച്ച് ഞാൻ രതീഷ് ചേട്ടന്റെ സൗണ്ട് വരെ ഞാൻ ആ സൗണ്ടിൽ സ്കിറ്റ് കളിക്കാൻ തുടങ്ങി. ഒന്ന് പറയൂ. രതീഷ് ചേട്ടൻ പറയണല്ലോ, എടാ ജിഷ്ണു, എടാ ഇവിടത്തെ ഡയറക്ടർ ഉണ്ടല്ലോ, പുള്ളി ഭയങ്കര പാവോണടാ. അതേപോലെ തന്നെ ജഡ്ജസായിട്ട് ഇരിക്കണവരുണ്ടല്ലോ, നിങ്ങൾക്ക് ഭയങ്കര ചാർജൊക്കെ തരും. നീ കളയടാ ചെറുക്ക, ചുമ്മാ ആടെ തെറ്റിക്കാൻ നിക്കല്ലേടാ. രതീഷേട്ടാണ്. അതായത് രതീഷേട്ടൻ ആരാന്ന് ചോദിച്ചാൽ ഒന്നും കൂടെ കുറച്ചുകൂടെ എളുപ്പത്തിൽ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം ചാക്ക് ചന്ദ്രൻ. അതുപോലെ അഞ്ജന അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലേ? എവിടെയാണ് മാം? ഹോളി ക്രോസ് കോളേജ് ഇടുക്കി ജില്ലയിൽ തന്നെ. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഈ ഒരു എന്താ പറഞ്ഞ പൂക്കി അഞ്ജന മതി. അഞ്ജന പ്രൊഫസർ. അതെ. ജിഷ്ണുന്റെ സ്ഥലം എവിടാ? ജിഷ്ണു കിളിമാനൂര്. ആ സാർ എന്റെ സ്ഥലം കടക്കലാ. ആടാ സാർ നിന്റെ അഖിലണ്ണ, എന്റെ സ്ഥലം കടക്കൽ. ഇടുക്കി. ഇനി ചേച്ചി പറഞ്ഞ പോലെ നമ്മൾ ഏവരും കാത്തിരിക്കുന്നതും നിങ്ങൾക്കും കാണാൻ ആഗ്രഹമുള്ള ബാറ്ററി അല്ലെ, എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളതാണ്. ടെൻഷൻ ഉണ്ടോ? ഇവിടെ വരാന്നുള്ള മാത്രമേ ഉള്ളൂ. എന്നാ ബാ ബാറ്ററി കാണാം. അയ്യോ പ്രൊഫസറേ, അല്ലല്ല, നിങ്ങൾ തന്ന ആ ഒരു തമാശക്കാണ് ഞങ്ങള് ചിരിച്ചത്. മനസ്സിലായില്ലേ? പ്രൊഫസർ കരഞ്ഞിരിക്കാനുള്ള നിമിഷങ്ങളാണ്. അതല്ല, ഈ ഗൾഫിൽ പോവാൻ ടിക്കറ്റ് എടുത്തായിരുന്നാ? ഞാൻ ഇനി പാണില്ല. ടിക്കറ്റ് വിസ എടുത്തില്ലായിരുന്നാ? അതിന്റെ പൈസ എന്തായാലും മുതലായിട്ടുണ്ട്. തെറ്റാണ്. ഒത്തിരി സന്തോഷം. പറഞ്ഞോ? കല്യാണി ചേച്ചി, എന്റെ വൈഫ് കല്യാണി ചേച്ചിയുടെ ഭയങ്കര ഒരു ആരാധന. ചേച്ചി കണ്ടപ്പോ തന്നെ എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു. ഗൾഫിൽ പോകാൻ നന്നായില്ലേ? പിന്നെ തീർച്ചയായിട്ടും വീട്ടിൽ പോകുമ്പോ പെണ്ണും പോലെ അറിയും. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 3 വർഷം. 3 വർഷമായി. വൈഫിനോട് അന്വേഷണം പറയണേ. ഓ തീർച്ചയായിട്ടും. വൈഫിന്റെ പേരെന്നാ? വൈഫിന്റെ പേര് അശ്വിനി. ഹായ് പറഞ്ഞു. ശരി, അപ്പൊ അമ്മനെ കല്യാണം ഇട്ട് കൊടുത്തു. ഇത്രയും കാലമായിട്ട് നമ്മളെന്നും ആ വൈഫ് കണ്ടില്ല, കല്യാണിനെ മാത്രമാണല്ലോ കണ്ടത്. അപ്പൊ എങ്ങനെ കല്യാണി 50,000 രൂപ ഇട്ട് കൊടുക്കുന്നോ? കൊടുക്കാം. TV ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇൻഫ്ലുവൻസർ ഫ്ലോറിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നു. അല്ല, പെർഫോമൻസ് കണ്ട് ഇഷ്ടപ്പെട്ട് ചാനൽ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. ഈ ഉത്സവം ഞാൻ നടത്തുന്നു. അത് 1, 2, 3 അല്ല, 50,000 രൂപ. പ്രിയ സുഹൃത്തുക്കളെ, അതാ കല്യാണി
നിങ്ങൾക്ക് 50,000 രൂപ നൽകുകയാണ്. കൺഗ്രാറ്റുലേഷൻ. ഇവിടെ സന്തോഷവും അവിടെ കരച്ചില്ല. പക്ഷെ കൊള്ളാം, നല്ല കാര്യം. ഓക്കെ, അടിപൊളി. അല്ല, ആ മനസ്സ് കാണിച്ചല്ലോ. അതെ, ആ മനസ്സിലായി. ഇനി നമുക്ക് തിരിച്ചു വരാം. അല്ല, ഇനി നമുക്ക് തിരിച്ചു വരാം, നമ്മൾ തന്നെ കൊടുക്കും. അതല്ലേ? അതെ. അല്ല, ഞാൻ വിചാരിച്ചു ഇത് അങ്ങനെ പറഞ്ഞതിലുള്ള പ്രശ്നം എന്താ അറിയോ, ഇനി ഇൻഫ്ലുവൻസേഴ്സിനെ ഗസ്റ്റ് ആയിട്ട് വിളിക്കാൻ വരൂല. അവിടെ പോയി 50,000 അടിച്ചാൽ കൊടുക്കേണ്ടി വരും. അങ്ങനെയൊന്നുമില്ല ചേച്ചി, അതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തേക്കോ. കല്യാണിക്ക് ഇപ്പൊ തന്നെ കൊടുത്തേക്കാവോ? ഇനി ശ്വാസം വിടൂ കല്യാണി. ചേച്ചി, അടുത്ത സ്കിറ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എന്ത് ട്രെൻഡിങ് ആയാലും അതെടുത്ത് നേരെ ഫ്ലോറിൽ കൊണ്ടുവന്ന് പ്രേക്ഷക ലക്ഷങ്ങളുടെ മുക്തകണ്ഠമായ പ്രശംസ കേൾക്കാവുന്ന 2 പേരാണ് ഈ ഫ്ലോറിൽ വരാൻ പോകുന്നത്. 1 അരുൺ നടരാജ്, 2 സോന. നല്ല കേട്ടിട്ട് അത്യാവശ്യത്തോടെ പോകുന്നുണ്ട്. Oh my God! I lost my 3 lakh rupees. ഇന്നെങ്കിലും ഈ മിഷൻ എനിക്ക് ശരിയാക്കി തന്നില്ലെങ്കിൽ ഈ കിടന്നെടുത്ത സദാനന്ദ പിള്ള ആരാണെന്ന് ചോക്ലി കമ്പനി അറിഞ്ഞിരിക്കും. എല്ലാ പണിയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഒരു മിഷൻ എനിക്ക് തന്നത്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരു വേലക്കാരനെ അടിച്ചോടിച്ചു. ഇവൻ എല്ലാ ജോലിയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചോദിച്ചാലും തെറിവിളി മാത്രം, ഒന്നും ചെയ്യുന്നില്ല ഈ മിഷൻ. എല്ലാവരും ഇവിടെ പറ്റിപ്പാണ്. ആരാത്? ഞാനാണ്. ഹായ്, സ്ത്രീ ശബ്ദം. ആരായാലും കുഴപ്പമില്ല, കടന്നു വരും. സാർ, ഞാൻ അമിത VM കേട്ടിരിക്കുമല്ലോ. അമിത വണ്ണമെന്ന് കേട്ടിട്ടുണ്ട്. അയ്യോ, അതല്ല സാർ, ഞാൻ ചോക്ലി കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ആണ് സാർ. ഒരു വട്ടം കൂടി പറയൂ സാർ. ഞാൻ ചോക്ലി കമ്പനി. തുപ്പല തെറിപ്പിക്കാതെ പറയൂ. സോറി സാർ, ഞാൻ ചോക്ലി കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ആണ് സാർ. വെരി ഗുഡ്. ഞാൻ അമിത VM. എങ്ങനെ പോയാലും അത് എനിക്കുള്ളതായിരുന്നല്ലേ? സാർ, ഒരു മെയിൽ വന്നിട്ടുണ്ട്. എന്താണ് സാർ? ഒരു മെയിൽ വന്നിട്ടുണ്ട്. വീണ്ടും പറ്റിപ്പ്. ഒരു ഫീമെയിൽ വന്നിട്ട് പറയുന്നു മെയിൽ വന്നിരിക്കുന്നു. എന്ത് കഥ ഇത്? അയ്യോ, അതല്ല സാർ, ശരിക്കും വന്നിട്ടുണ്ട്. കിടന്നുപെടുത്ത സദാനന്ദൻ @gmail.com. കിടന്നെടുത്ത സദാനന്ദൻ ഞാൻ. രണ്ടും കിടന്ന് തന്നെയാണല്ലോ സാർ. പിന്നെ ഇവിടുത്തെ മെഷീൻ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞാണ് സാർ നമ്മുടെ കമ്പനിയിൽ ഒരു മെയിൽ വന്നത്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാ സാർ ഞാൻ വന്നത്. ഒന്ന് കാണിച്ചു തരും. ആക്ച്വലി അഞ്ജലി അല്ലേ സാർ, ഞാൻ അമിത. പറഞ്ഞോളൂ. ഇത് എന്ത് പറഞ്ഞിട്ടാണ് ഈ മിഷൻ എനിക്ക് വിറ്റത്? സാർ, 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ വൃദ്ധന്മാർക്കും എല്ലാ സഹായവും ചെയ്തു കൊടുക്കും സാർ ഈ മിഷൻ. എല്ലാ സഹായവും? അതെ സാർ. ഇവിടെ കമോൺ മിസ്റ്റർ ചൊക്ലി, ഈ സദാനന്ദ പിള്ളയ്ക്ക് ഒരു ഗ്ലാസ് ചായ തരൂ. സാർ, 1 മിനിറ്റ് സാർ, ചായ ഇപ്പം വരും. ഇപ്പൊ വരും. നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളു. എടാ, നിനക്ക് ചായ വേണമെങ്കിൽ സ്വന്തമായിട്ട് അടുക്കളയിൽ പോയി എടുത്ത് കുടിയടാ. നിനക്ക് ചായ തരാനല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കണ്ടോ കടല് കണ്ടിട്ട് എത്ര നാളായി. അതാണോ ഞാൻ പറഞ്ഞത്? ഈ മിഷൻ പറഞ്ഞത് കേട്ടോ? സാർ, എനിക്കറിയില്ല സാർ അതെന്താ പറയുന്നേന്ന്. അറിയില്ല. കുട്ടിക്ക് എന്നെ അറിയാമോ? സാർ, അതെനിക്ക് കുഞ്ഞിലെ അറിയായിരുന്നു. ഇപ്പൊ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സാർ. എന്തോ കാണിക്കോ അവിടെ? പിന്നെ കുട്ടിക്കരണം അറിയാൻ അറിയാമോ ചോദിച്ചു സാർ. കുട്ടിക്കരണം അറിയാനല്ല, കുട്ടിക്ക് എന്നെ അറിയാമോ എന്നാണ് ചോദിച്ചത്. അറിയില്ല സാർ. ഞാൻ 19 കൊല്ലം എവിടെ ആയിരുന്നു എന്നറിയാമോ? അറിയില്ല സാർ. ന്യൂയോർക്ക്. സാർ, ഞാൻ ഓർത്ത് നോക്കിയാലോ അതെനിക്ക് അറിയാൻ പറ്റില്ല സാർ. നീ ഓർക്കാനല്ല പറഞ്ഞത്, ന്യൂയോർക്ക്, അമേരിക്കയിലുള്ള ന്യൂയോർക്ക്. ഓക്കെ സാർ. അവിടെ ഞാൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുമായിരുന്നു. ഓ അതെയോ സാർ? എന്നിട്ടെന്താ, സർട്ടിഫിക്കറ്റ് കിട്ടിയതും എന്റെ ജോലി പോയി. സാധാരണ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ജോലി കിട്ടുകയല്ലേ സാർ ചെയ്യുന്നത്? എന്റെ സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടി, അങ്ങനെ എന്റെ ജോലി പോയി. പിന്നെ മറ്റൊരു വിദേശ കമ്പനി ഞാൻ ജോലി ചെയ്തിരുന്നു. ആ സ്ഥലത്തിന്റെ പേര് ചെറുപ്പളശ്ശേരിയാണോ സാർ? വിദേശത്താണോ നിന്റെ ചെറുപ്പളശ്ശേരി? അല്ല സാർ, അല്ല. ഞാൻ പറയുന്നത് ശരിയാ, നിനക്കാ തെറ്റുന്നത്. മനസ്സിലായോ? ഒരു വട്ടം കൂടെ ഞാൻ പറയും. മനസ്സിലായില്ല സാർ. ഒരു മിനിറ്റ്. എന്താ ആളെ കാണുമ്പോ എന്താ ഇങ്ങനെ സോക്കേട് കാണിക്കുന്നത്? ഒറ്റയ്ക്ക് പറയുമ്പോ വരുവായിരുന്നല്ലോ. എന്ത് സോക്കേടത്?
സായിപ്പന്മാർ ഒത്തിരി ഉള്ള ഒരു സ്ഥലം. അവിടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, അറിയാമോ? ഇതൊക്കെ എന്തിനാ സാർ എന്റെ അടുത്ത് പറയുന്നത്? എന്തിനാ പറയുന്നതെന്ന്? അങ്ങനെ സായിപ്പന്മാരെ വരെ പറ്റിച്ച് ജീവിച്ച എന്നെ നിന്റെ ചൊക്കളി കമ്പനി വന്ന് പറ്റിച്ചിട്ട് പോവാമെന്ന് കരുതിയോ? ഒരു സഹായം ചെയ്യാമോ? എന്താ സാർ? ഇതൊന്ന് നിർത്തി തരാമോ? ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ വീടിന്റെ മുന്നിലത്തെ വാതിൽ ഇവിടെയാണ്, ഇതിന്റെ പുറകിലത്തെ വാതിൽ എവിടെയാണെന്നൊന്ന് പറയാമോ സാർ? മിഷൻ ശരിയാക്കുന്നതിന് എന്തിനാണ് പിറകിലത്തെ വാതിൽ? സാർ, മിഷൻ ശരിയാക്കുന്നതിന് പിറകിലത്തെ വാതിൽ ആവശ്യമില്ല, പക്ഷെ മിഷൻ ശരിയായില്ലെങ്കിൽ പുറകിലത്തെ വാതിൽ ആവശ്യമാണ് സാർ. എന്നെ പറ്റിക്കാമെന്ന് കരുതിയോ? ഇല്ല സാർ. സീതയല്ല സാർ, ഞാൻ അമിത. അതിനകത്ത് അങ്ങോട്ട് പിടിക്കുക. ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ എന്റെ 3 ലക്ഷം രൂപയാണ് നഷ്ടമായത്. അതാര് തരും? നീ തരുമോ? നിന്റെ വീട്ടുകാർ തരുമോ? ചേട്ടന്റെ ചക്കടി പൊന്നെ, ചേട്ടന്റെ മുത്ത് കരയല്ലേ ചക്കരെ. ചക്കര കഞ്ഞ ഏട്ടന് ബച്ചമാവത്തില്ലയോ? അന്റെ ഒരു പുഞ്ഞടി മോലെ ചക്കട പൊന്നെ ഉണ്ണി വാവേ. ഇനി കടഞ്ഞ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരും. കടയത്തില്ല. ഓയ്, നിന്നെ എന്തുവാ ഇവൻ വിളിച്ചത്? ഏട്ടപ്പൊന്നോ? ഇന്നലെ കട്ടിലേന്ന് മുഞ്ഞിയും കുത്തി ഞാൻ താഴെ വീണിട്ട് പട്ടി കരയുന്ന പോലെ ഇവിടെ കിടന്ന് കരഞ്ഞപ്പോ ഈ ഏട്ടപ്പൊന്ന് അനങ്ങിയില്ല, നോക്കി നിന്നു. ഇന്ന് എവിടുന്നോ ഒരു പെണ്ണ് വലിഞ്ഞു കയറി വന്ന് മോങ്ങിയപ്പോ നിനക്കങ്ങ് ഇളകുന്നോടാ നിനക്ക്? ഏടാ ഒലിക്കുന്നോടാ നിനക്ക്? ചവിട്ടിയെന്നോണ്ടല്ലോ ഞാൻ. സാർ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ സാർ, പ്ലീസ്. ദേഷ്യപ്പെടലെന്നോ? ഇപ്പോഴല്ലേ എനിക്ക് ദേഷ്യം, പണ്ടൊന്നും എനിക്ക് ദേഷ്യമില്ലായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര കോമഡി ആയിരുന്നു. അന്ന് പറഞ്ഞൊരു കോമഡി ഇപ്പോഴും കോളേജിൽ ഹിറ്റാണ്. എന്ത് കോമഡിയാന്ന് ചോദിക്കാത്ത? വെരി ഗുഡ്, വെരി ഗുഡ്. പറഞ്ഞു തരാം. കോളേജിൽ ഓഫീസിന്റെ ഫ്രണ്ടിൽ പ്രിൻസിപ്പാളും പിയൂണും നിൽക്കുകയാണ്. അവിടെയല്ല കോമഡി. അങ്ങനെ പ്രിൻസിപ്പളും പിയൂണും നിൽക്കുമ്പോൾ പ്രിൻസിപ്പളിന്റെ മൊബൈൽ ബെല്ലടിച്ചു. അവിടെയല്ല കോമഡി. അങ്ങനെ ബെല്ലടിച്ചപ്പോൾ പിയൂൺ ദേഷ്യപ്പെട്ടു. അവിടെ അല്ല കോമഡി. അങ്ങനെ ബെല്ലടിച്ചല്ലോ. അങ്ങനെ പ്രിൻസിപ്പളിന്റെ മൊബൈൽ ബെല്ലടിച്ചപ്പോൾ പിയൂൺ ദേഷ്യപ്പെട്ടു. എന്തിനാണ് സാർ? എന്തിനാണെന്ന് ഉറക്കെ ചോദിക്കുക. വെരി ഗുഡ്. പിയൂൺ പറയാണ്, പിയൂൺ അല്ലേ ബെല്ലടിക്കേണ്ടത്, പ്രിൻസിപ്പളിന്റെ ഫോൺ അല്ലല്ലോ ബെല്ലടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് പിയൂൺ ദേഷ്യപ്പെട്ടത്. ഇവിടെയാണ് കോമഡി. ചേടാ ഇതെന്തോ പറയാനാന്ന് പറ. ഇതാണോടാ നിന്റെ കോമഡി? ഇങ്ങനെയുള്ള കോമഡി കാരണമാണ് നിനക്ക് ഞാൻ ചായ പോലും ഇട്ട് തരാത്തത്. മേലെ ഈ വീട്ടിനകത്ത് നിന്റെ ശബ്ദം കേട്ടു പോരുത്, പറഞ്ഞല്ലേ? മിഷൻ എന്തൊക്കെയോ പറയുന്നു അല്ലേ? മിഷൻ പറഞ്ഞത് കേട്ടില്ലേ നീ? കേട്ടു സാർ. എനിക്കും ഇതേപോലെ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. എന്താണ്? ഞാൻ MA മ്യൂസിക് പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. എന്റെ അമ്മയും മ്യൂസിക് പഠിച്ചതാണ്. അമ്മയല്ല സാർ, ഞാൻ MA മ്യൂസിക് പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. ഒരു ദിവസം വീട്ടിലിങ്ങനെ അടുക്കി പെറുക്കിക്കൊണ്ടിരുന്നപ്പം എന്റെ അച്ഛൻ എന്റെ കുറെ സർട്ടിഫിക്കറ്റ് കിട്ടി. അച്ഛൻ അത് നോക്കിട്ട് പറയുക, എന്റെ മോള് മ്യൂസിക് പഠിച്ച കുട്ടിയാണെന്ന്. അയ്യോ എത്ര കോമഡിയാ, എനിക്ക് വയ്യ. എടാ കിടന്നുപിടിപ്പ സാധാരണ ഇതാണ് കോമഡി. എന്റെ ചക്കടപ്പന്റെ കോമഡി കേട്ടാ, അല്ലാതെ നിന്റെ എന്തുവാ എന്റെ കോളേജിൽ മണി അടിച്ചാ അതല്ല കോമഡി. ഇതാണ് കോമഡി. എടാ ചൊക്കളി, നീ ചിരിച്ച് ചാർജ് കയറി പൊട്ടുപോടാ. എന്റെ ലക്ഷങ്ങൾ മേടിച്ച് തിന്നിട്ട് എവിടുന്ന് ഒരുത്തി വന്ന അവളുടെ കോമഡിക്ക് ചിരിക്കുന്നോടാ ചൊക്കളി. സാർ ഇങ്ങനെ ദേഷ്യപ്പെടരുത് സാർ, പ്ലീസ്. എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ അതിരാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഈ ചൊക്കളി എന്റെ പുതപ്പെടുത്തോണ്ട് അയ്യത്തോട്ട് ഓടി ദൂരെ കൊണ്ട് കളയുന്നു. അയ്യോ അത് സാർ, നമുക്ക് അതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി അത് മിഷനിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് സാർ. എന്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു? വീടിനുള്ളിൽ ജലാംശം പറ്റി കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ ക്ലീൻ ചെയ്ത് പുറത്തു കൊണ്ട് കളയും സാർ. വ്യക്തമാക്കണം.
എടാ കിടക്കേ പുള്ളി, രാത്രി കടന്നു കിടക്കുമ്പോ ഓർക്കണം, എടാ നിന്റെ പുതപ്പെടുത്ത് ഞാൻ കഴുകി അലക്കി വൃത്തിയാക്കി ഞാൻ പറമ്പിൽ കൊണ്ടിടും. രാത്രിയാകുമ്പോ നീ പോയി അതെടുത്തോണ്ട് വന്ന് വീണ്ടും അത് പുതച്ചോണ്ട് അതിനകത്ത് കടന്നു പെടുക്കും. എന്നിട്ട് ഞെളിഞ്ഞെന്ന് പറയുന്ന കേട്ടോ. അങ്ങനാണെങ്കിൽ മറ്റേ കാര്യം ഞാൻ പറയുമല്ലോ. ഇനി അതുകൂടെ ചെയ്തു പോയി. അതല്ലെന്ന് മരുന്ന് മാറി തരുന്നു, എനിക്ക് മരുന്ന് മാറി തരുന്നു. ഷുഗറിന്റെ മരുന്ന് തരേണ്ട സമയത്ത് പ്രഷറിന്റെ മരുന്ന് തരുന്നു, പ്രഷറിന്റെ മരുന്ന് തരേണ്ട സമയത്ത് കൊളസ്ട്രോളിന്റെ മരുന്ന് തരുന്നു. മരുന്ന് മാറി മാറി കഴിച്ചിട്ട് ഞാൻ ചത്തു പോയെങ്കിലോ? എന്താ വന്നതിനകത്തൂടെ? സാർ ഇത് സാറിന് സഞ്ചയനത്തിന്റെ കാർഡാണ് സാർ. ഓഹോ, എന്നെ കൊല്ലാൻ നേരത്തെ നീ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സാർ ഇങ്ങനെ ദേഷ്യപ്പെടാതെ സാർ പ്ലീസ്. ഈ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇന്നത്തെ കാര്യം പോട്ടെ, അവനൊരു പ്രോത്സാഹനം ഞാൻ കൊടുക്കും. എന്താ? ഇന്ന് രാവിലെ ഞാൻ വന്നപ്പോ എന്റെ ചുമയുടെ ടോണിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടാവും, ഞാൻ കുടിച്ചു. അത് ഷേടാ ഇത് എന്തോ പറയാനാന്ന് പറ. അപ്പൊ നീയാണോ അത് എടുത്ത് കുടിച്ചത്? എന്താ എടാ വൃത്തികെട്ടവനെ, എടാ അത് ഈ എഞ്ചിനകത്ത് ഒഴിക്കുന്ന ഓയിലായിരുന്നു. ഞാൻ ഇവിടെ എല്ലാം കടന്ന് തിരക്കി എന്റെ ഊപ്പാട് വന്നു. മനഃപൂർവ്വം എന്നെ കൊല്ലാനുള്ള പരിപാടിയാണല്ലേടാ നീ? എടാ പറയടാ ഇരുമ്പിന്റെ മോനെ. സാർ ഇങ്ങനെ ദേഷ്യപ്പെടാതെ പ്ലീസ്. എന്താണ് കാര്യം? സാർ ഈ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ വികാരത്തെ സെൻസർ ചെയ്യുന്ന ഒരു പെട്ടിയാണ് സാർ. സാർ ദേഷ്യപ്പെടുന്നോണ്ടായിരിക്കും അതും ദേഷ്യപ്പെടുന്നത്. സാർ സ്നേഹത്തോടൊന്ന് സംസാരിച്ചു നോക്കൂ സാർ പ്ലീസ്. ഈ മുഖം വെച്ചോണ്ട് ഞാൻ സ്നേഹത്തെ സംസാരിക്കും. പ്ലീസ് സാർ. ഒരു മിനിറ്റ്. സദാനന്ദൻ പിള്ള കമോൺ. ഏട്ടന്റെ പൊന്നേ ചക്കരേ, ഏട്ടന് കാപ്പി തടക്കണ്ണാ. കിടന്നുകിടപ്പ സാറെന്താ കയ്യറ. എടാ വെറും ഒരു ഇരുമ്പ് കഷ്ണമായ എന്റെ അടുത്ത് നീ ഇങ്ങനെയാണ് കാണിച്ചതെങ്കിൽ നിന്റെ പെണ്ണുമ്പിള്ള അടുത്ത് നീ എന്തൊക്കെ കാണിച്ചാണ് കൂടാ? വൃത്തികെട്ടവനെ, വെറുതെയാണോ അവള് നിന്നെ കളഞ്ഞിട്ട് പോയത്? മറിയലടാ മറിയലടാ. ഇതാണ് പറയുന്നത്, ഈ മിഷൻ പറ്റില്ലാണോ? ഒറ്റ തൊഴിയാൻ തന്നാണ്ടല്ലോ. പ്ലീസ് അത് നന്നാക്കി തരാം സാർ. എങ്ങനെ നന്നാക്കി തരും? നന്നാക്കി തരാം സാർ. നന്നാക്കി തന്നിട്ട് പോയാൽ മതി. നന്നാക്കി തരാം സാർ. ഒരു മിനിറ്റ്. 40,000 രൂപ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഞാൻ എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. ഭാര്യയും കുടുംബവും സേഫ് ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ് സാർ. ഇത്രയും നാൾ ഞാൻ സാറിനോട് ചെയ്തതിനെല്ലാം ക്ഷമ ചോദിക്കുന്നു. ഇനി സാർ പറയുന്ന എല്ലാ ജോലിയും ഞാൻ ചെയ്തു തന്നിരിക്കും. സാറിന് എന്തൊക്കെയാണ് വേണ്ടത് പറയൂ, ഞാൻ ചെയ്തു തരാം. അയ്യോ ഇത് ശരിയായി, അടിപൊളി. ഇതങ്ങനെ ശരിയായി, എനിക്കറിയണം ഇതങ്ങനെ ശരിയായി. സാർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട വേലക്കാരൻ വേണു ഇല്ലേ? ആ വേലക്കാരൻ വേണു. ആ വേണു ആണ് സാർ ഇതിലുള്ളത്. ഇതിനകത്തോ? അതെ. അപ്പൊ കുട്ടിയോ? ഞാൻ വേണുവിന്റെ ഭാര്യ. ചക്കട പൊന്നെ, ചക്കട പൊന്നെ തൊട്ടുപോവരുത്. ഓ നല്ലൊരു സ്കിറ്റായിരുന്നു. യെസ് ശ്വേത ചേച്ചി, എനിക്ക് നല്ല എനിക്ക് ആ സ്റ്റോറി ലൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൈസ ഉണ്ടാക്കാൻ ആള് തരാത്തോണ്ട് എനിക്ക് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ തിലകൻ ചേട്ടനും ഇന്നസെന്റ് അങ്കിളുടെ ഓർമ്മ വന്ന് പൈസ കൊടുക്കാതെ ചേച്ചി. അതുപോലെ അരുണിന്റെ ഗെറ്റപ്പ് നമ്മുടെ ഒറ്റയാൾ പട്ടാളത്തിലെ മുകേഷ് ചേട്ടനില്ലേ? മുകേഷ് ചേട്ടൻ ഇതാവുമല്ലോ, 2 ക്യാരക്ടർ ചെയ്യല്ലോ, അതിൽ സെയിം അല്ലേ? ആ മീശയും അന്ന് ആ കടപ്പുറത്ത് കളഞ്ഞ വിഗാണെന്ന് എടുത്തോണ്ട് വന്നു ക്ലൈമാക്സില്. മണിച്ചിത്രത്താഴില് ശങ്കരൻ തമ്മിന്റെ കഴുത്ത് വെട്ടാൻ കിടത്തിരിക്കുന്നു. അതല്ല ഈ പറഞ്ഞതാണ് ശങ്കരൻ തമ്പി. പൊക്കി വെച്ചിട്ടേ അവിടെ കൊണ്ട് ഇട്ടോണ്ടോ? ഓ കഴുത്തോട്ടാ കിടത്തി. ഈ പറഞ്ഞ നോക്കിക്കോ, വെറും മരക്കഷ്ണമായല്ലേ. അവിടെ നിനക്കപ്പോ അടുത്ത സ്റ്റേജോട്ട് ഫിഗർ ചെയ്യടാ. അടുത്തായി മണിച്ചിത്രത്താഴിലെ ശങ്കരൻ തമ്പി. ശരി, ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. സെറ്റ് 30,000 റുപ്പീസ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതേത് 10 ഇടയ്ക്കൊരു 10. ചുമ്മാ ഇരിക്കട്ടെ, ഒരു മണിക്ക് പോവല്ലേ എന്നാ ജോമു. ചേച്ചി 30,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. എമൗണ്ട് ചെറുതായിട്ട് തിരിച്ചു കൊടുത്തില്ലെങ്കിലോ എന്നുള്ള പേടിയാ. സന്തോഷായില്ലേ? അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മൾ വീണ്ടും കാണും, വീണ്ടും തകൃതിയായിട്ട് നിങ്ങൾ വരിക, പൊളിക്കാം. ആരേറ്റെടുക്കുന്നു ഇന്നത്തെ ടാസ്ക് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ സംശയം. അല്ല, ഇന്നത്തെ വെരി പ്രൗഡ് മൊമെന്റ് എന്ന് പറഞ്ഞാല് ഓരോരുത്തരും സൂപ്പർ പെർഫോമേഴ്സ് ആണ്. അപ്പം ഇന്നത്തെ എപ്പിസോഡിലെ 2 സ്കിറ്റുകളും കഴിഞ്ഞതിന് ശേഷം ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ആരാന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. വീഡിയോ കാണാം. അവൾ എന്റെ അടുത്ത് പറഞ്ഞതേ
4ാമത്തെ പ്ലാറ്റ്ഫോമിൽ 5ാമത്തെ റബ്ബറിന്റെ ഗഡ ഇരിക്കാനാണ് പറഞ്ഞത്. നീ വിളിച്ച അവൾ വരും എന്തൊരു ഉറപ്പുണ്ട്? ഞാൻ വിളിച്ച എന്റെ അശ്വതി അച്ചു ഇറങ്ങി വരൂ. കൂട്ടുകാരാ, അശ്വതി അച്ചുവാണ്, അവളെ തേക്കി നീ സൂക്ഷിച്ചോളാം. മണമുള്ള പൂന്നുള്ളി മുടിയിൽ ചുടി മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി പഞ്ചാര പായസം ഉണ്ണുന്ന മടത്തത്തെ പയ്യന്മാർ നിന്നെ കണ്ട് കണ്ണു വയ്ക്കും. നീ എന്തിനടി ബാക്കി നിൽക്കണ? ഫ്രണ്ടിൽ വന്ന് ഗിയർ അടിച്ചിട്ട് പാ. ഇവന് നീ മാത്രമല്ല വേറെ പ്രണയം ഉണ്ടെന്ന് എന്റെ കണ്ണാപ്പിക്കോ ചോദിച്ചോന്ന് നോക്കണം. പുക്കി ബോയ് കം ഓൺ ഹിയർ, കം കം കം. പെണ്ണുങ്ങടെ പേര് ചേട്ടന് ഇഷ്ടമുള്ള പെണ്ണുങ്ങടെ പേര്. ചിഞ്ചും മഞ്ജു രഞ്ജു. അയ്യോ അശ്വതി അച്ചു, അയ്യോ അശ്വതി അച്ചു. സച്ചിൻ അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കണ്ടായിരുന്നു സത്യമായിട്ട്. പ്രാർത്ഥിച്ചോ? ഇപ്പൊ എന്നെ പ്രാർത്ഥിച്ചേ just ഒരു സെക്കൻഡ്. Here we go. Comedy Masters in the Cutie the Beauties of ഇന്നത്തെ മെയിൻ സച്ചിൻ. വീണ്ടും ഒരു ലോഡ് സാധനങ്ങളാണ് ഇതാ ഇതിൻ്റെ അകത്തുള്ളത്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. കൺഗ്രാറ്റുലേഷൻ. സച്ചിനെ തിരിച്ചു പോയിട്ടേ അപ്പുറത്തപ്പുറത്തെ വീട്ടിലേക്ക് ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഓരോ സോപ്പ് കൊടുക്കും. ഒരാൾക്ക് ഞാൻ കൊടുക്കൂലല്ലോ. കാരണം എന്തെന്നറിയാമോ, ഞാന് വീട്ടിൻ്റെ അവിടെയൊക്കെ ചെറിയ ചെറിയ ഈ മാട്ടപരിപാടിക്കൊക്കെ പോകും. അപ്പോൾ ഈ പണ്ട് പരിപാടിക്കൊക്കെ പോകുമ്പോഴത്തേക്ക്, ഇപ്പോഴും പരിപാടിക്ക് പോകുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര കളിയാക്കലാണ്. നീ എന്നും എങ്ങും എത്താൻ പോണില്ല, നീ എങ്ങും എത്താൻ പോണില്ല, നീ എന്നും ഒരു ലെവലും എത്തൂല, നീയൊക്കെ ഈ വീഡിയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഒരു ഇതാവുമെന്ന് പറഞ്ഞ്. പക്ഷേ എനിക്കിപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഫ്ലോറിൽ വരാനും ഇങ്ങനൊരു ഇത് ചെയ്യാനും പറ്റിയാൽ ഇങ്ങനൊരു അച്ചീവ്മെൻറ്റ് കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷം. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് എനിക്ക് എൻ്റെ കൂടെ ചെയ്ത എൻ്റെ 3 പേര്. അവർ ഇതാണ് ഒരുപാട് നമ്മൾ 3 പേര് ഒരുപാട് കഷ്ടപ്പെട്ടു. അതുപോലെ നമ്മളെ ഗ്രൂമറായ നമ്മളെ രതീഷ് ചേട്ടൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. പുള്ളി ഒരുപാട് നമ്മളെ ഗ്രൂമിങ് ചെയ്ത് ഒരുപാട് സന്തോഷമുണ്ട്. വാക്കുകളില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സൂപ്പർ. എന്തായാലും സച്ചിൻ ഇനിയും ഇതുപോലെ അവസരങ്ങൾ നേടാൻ സാധിക്കട്ടെ, ഇതുപോലെ ക്രൗഡുകൾ ധരിക്കാൻ പറ്റട്ടെ. അതിനെന്ത് ചെയ്യണം? ഇവിടെ ഇനിയും സ്കിറ്റ് പെർഫോം ചെയ്യണം. തീർച്ചയായിട്ടും. ആൻഡ് ഓൾസോ ബിഫോർ വൈൻഡിങ് അപ്പ് ഒരു കാര്യം കൂടെ എനിക്ക് മെൻഷൻ ചെയ്യാനുള്ളതെന്ന് ഇപ്പൊ സച്ചിന്റെ വാക്കുകൾ എടുക്കുമ്പോൾ എനിക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ തോന്നിക്കുകയാണ്. നിങ്ങളും ഇതുപോലെ തന്നെ പല കോമന്റ്സും കാര്യങ്ങളും നെഗറ്റിവിറ്റി ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അതൊന്നൊരു വിഷയമല്ല എന്നും പറഞ്ഞ് മുന്നോട്ട് വന്ന് ഈ വേദി വരെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസും വിജയവുമാണ്. നിങ്ങളെ പോലെ തന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ വിജയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളൊരു ട്രേഡ് മാർക്ക് അവിടെ എത്തിച്ചിരിക്കുകയാണ്. സോ കീപ് ഗോയിങ്. ഇനിയും വരണം, നമ്മളോടൊപ്പം ജോയിൻ ചെയ്യണം. ഇതുപോലെ അടിച്ച് പൊളിച്ച് നമ്മൾ രസമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. കല്യാണി ആക്ച്വലി ഞാനൊരു വീട്ടമ്മയായിരുന്നു. അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് ഇതിലോട്ട് വന്നപ്പോ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് കേട്ടിട്ടുണ്ട്. നിനക്ക് വേറെ ജോലിയില്ലേന്ന് ചോദിച്ച്. വീഡിയോ എടുക്കുന്നു, കുക്ക് ചെയ്യുന്നു, വീട്ടിലെ കാര്യം ചെയ്യുന്നു, അത് എഡിറ്റ് ചെയ്യുന്നു, വോയിസ് കൊടുക്കുന്നു. ഇതൊക്കെ ഒരു വലിയ ജോലിയാണ്. അത് പലരും മനസ്സിലാക്കുന്നില്ല. അപ്പൊ നമ്മുടെ ജോലിയാണിത്. അപ്പൊ അവിടുന്ന് ഇവിടെ ഇരിക്കാൻ പറ്റിയത് ഭയങ്കര. ശ്വേത ചേച്ചി, എനിക്ക് ഒരുപാട് കമന്റ്സ് വരാറുണ്ട്. ശ്വേത ചേച്ചിയെ പറ്റിയോ? അല്ല, ഒരു റീല് ചെയ്തപ്പോ ചേച്ചിയുടെ പോലെ മുഖത്തിന്റെ ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് നേരിട്ട് എനിക്കുണ്ടല്ലോ. കുറച്ചു നേരം ഇങ്ങനെ സ്റ്റക്ക് ആയിട്ടിരിക്കായിരുന്നു. എനിക്ക് ചുറ്റുമുള്ള ഒന്നും കാണാൻ വയ്യായിരുന്നു. അതുപോലെ
കയറി വരുന്ന വലിയ വലിയ ആളാണോ ഈ നിന്ന് ഇങ്ങനെ കരയുന്നേ? ഇതൊന്നും ഒരു സംഭവമല്ല. ഇവിടെ വരെ എത്തിയില്ലേ? നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്ന് പറയുന്നത് അതിനേക്കാട്ടിലും വലിയൊരു സംഭവമാണ്. നിങ്ങള് ഞങ്ങളെ പോലെ തന്നെയാണ്. നമ്മളെല്ലാവരും ഒരേ ജോലിയാണ് ചെയ്യുന്നത്, പല പ്ലാറ്റ്ഫോം ആണെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരുപക്ഷെ ഞങ്ങളെക്കാട്ടിലും ഫാൻ നിങ്ങൾക്കുണ്ട്. അത്രേ ഉള്ളൂ സംഭവം അല്ലേ? ഇനി ചെയ്യേണ്ട എന്താ വെച്ചാല് നിങ്ങൾ വളരുന്നതോടൊപ്പം തന്നെ ഞങ്ങളെയൊക്കെ ഒന്ന് വളർത്തി വീടുക. വല്ലപ്പോഴൊക്കെ ഒരു മില്യൺ ഞങ്ങൾക്ക് തരുമോ? ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗൈസ് ഞങ്ങൾ പോവാണ്. വീണ്ടും ഇതുപോലെ നല്ല ഫൺ ഫീൽഡ് എപ്പിസോഡായിട്ട് വരും. അതിലേക്കും ബൈ ബൈ.